ഹായ് ഗൈസ്, കനേഡിയൻ കവലയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന വീഡിയോ സാർണിയ ലാംപ്ടനെ കുറിച്ചാണ്. ഞാനൊരു 4 വർഷം മുമ്പാണ് സാർണിയയിൽ ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് വന്നത്. അപ്പം അന്നേരത്തെ ലൈഫും ഇപ്പോഴത്തെ ലൈഫും തമ്മിൽ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. അപ്പം സ്റ്റുഡൻറ് ലൈഫ് സാർണിയയിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് അപ്പം എനിക്ക് ഒരു 80% പറയാൻ പറ്റും എങ്ങനെ ഉണ്ടാവുമെന്ന്. സോ ഞാൻ വന്നത് ഡിസംബർ 19th. സാർണിയ എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ടൗൺ ആണ്. ഇവിടുത്തെ പോപ്പുലേഷൻ അറൌണ്ട് 76,000 ഉള്ളൂ. അതും ഇവിടുത്തെ മെജോറിറ്റി പോപ്പുലേഷൻ കുറച്ചുകൂടെ പ്രായമായ കനേഡിയൻസ് ആണ്. അപ്പം ഇവിടെ റേസിസം എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കുറവാണ്. മറ്റേ ടൗൺസും സിറ്റീസിനേക്കാളും റേസിസം വളരെ കുറവാണ്. ഇവിടുത്തെ നെയ്ബേഴ്സ് ആയാലും ഇവിടുത്തെ സിറ്റിസൺസ് ആയാലും ഭയങ്കര ഫ്രണ്ട്ലി ആണ് നമ്മൾ ഇന്ത്യൻ സ്റ്റുഡൻസ് ഒക്കെ ആയിട്ട്. അപ്പം നമ്മൾ വന്നപ്പം ഒത്തിരി പേര് നമ്മളെ ഇതുപോലെ സഹായിച്ചായിരുന്നു. പിന്നെ പറയാൻ വേറെ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വരുമ്പം ആരെയും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാതെ ശ്രമിക്കുക. ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വരുമ്പം നമുക്ക് ഏജൻസിക്കാരും പലരും പല വാഗ്ദാനങ്ങളും നൽകും. പക്ഷെ നമ്മൾ അത് വിശ്വസിച്ച് മാത്രം സാറിനിലേക്ക് വരണം എന്നുള്ളൊരു തീരുമാനം എടുക്കില്ല. സാറിന് ചെറിയൊരു ടൗൺ ആയതുകൊണ്ട് ഇവിടെ ജോലി കിട്ടാൻ കുറച്ച് ടഫാണ്. ഞാൻ ഇനീഷ്യലി 4 months സ്ട്രഗിൾ ചെയ്തു ജോലി കിട്ടാതെ തന്നെ. ഞാൻ പലയിടത്തും ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. എന്നിട്ട് അവസാനം കോവിഡ് വന്നപ്പം ഇവർക്ക് എംപ്ലോയീസ് ഷോർട്ട് ആയപ്പം ആണ് ഇവര് നമ്മൾ പുറത്തുനിന്ന് സ്റ്റുഡൻസിനെ ഹയർ ചെയ്ത് തുടങ്ങിയത്. അത് ഇനഫ് അവേഴ്സും കിട്ടി തുടങ്ങിയത്. അതുകൊണ്ട് സാറിനെ വരുവാണെങ്കിൽ ജോബ് കണ്ടുപിടിക്കാനുള്ള സ്ട്രഗിള് മനസ്സിലും മൈൻഡിലും കരുതിയിട്ട് വേണം വരാൻ. ജോബ് കിട്ടത്തില്ല എന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് ശരിക്കും പ്രയത്നിക്കണം. അത് നമ്മൾ പ്രയത്നിക്കാതെ കിട്ടത്തില്ല. കാരണം ടൊറന്റോയും സ്കാബ്രോയും മെട്രോ സിറ്റീസിലൊക്കെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഒരു വീക്കിനുള്ളിൽ നമുക്ക് പക്ഷെ ജോലി കിട്ടിയേക്കാം. ബട്ട് പെട്ടെന്ന് ജോലി കിട്ടിയാലും അവിടുത്തെ കോസ്റ്റ് ഓഫ് ലിവിങ്ങും എല്ലാം ഭയങ്കര ഹൈ ആണ്. സാറിനെ കമ്പയർ ചെയ്യുമ്പം സാർണിയയിൽ എക്സ്പെൻസസ് കുറവാണ്. ഇപ്പം നല്ലൊരു ജോലി ഉണ്ടെങ്കിൽ നമുക്ക് സാർണിയയിൽ സർവൈവ് ചെയ്ത് സേവ് ചെയ്യാൻ പറ്റും മണി. ഇവിടുത്തെ റെന്റ് കാര്യങ്ങളൊക്കെ ഏകദേശം ഷെയർഡ് ബെഡ്റൂമിന് ഇപ്പം ഞാൻ വന്നപ്പോൾ അറൗണ്ട് 250 ഒക്കെ ആയിരുന്നു. ഇപ്പം 450 ആയിട്ടുണ്ട് ബിക്കോസ് ഓഫ് റിസെഷൻ. പിന്നെ സാലറി എന്ന് പറയുമ്പോൾ മിനിമം വേജ് ആണ്, അത് 16.5 ആണ് ഇപ്പോൾ ഇവിടുത്തെ റേറ്റ്. പിന്നെ ജോലി ആയാലും ജോബ്സ് കിട്ടുവാണെങ്കിൽ ഇപ്പം നല്ല ജോലിക്ക് ശ്രമിക്കുന്നവർ, ഗ്രാജുവേഷന് ശേഷം നല്ല ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് സാർണിയയിൽ സ്കോപ്പ് കുറവാണ്. അതുകൊണ്ട് പഠിത്തത്തിന് ശേഷം ഒത്തിരി സ്റ്റുഡൻസ് സാറിനിൽ നിന്ന് മൂവ് ഔട്ടായി പോകുന്നുണ്ട് വേറെ നല്ല ജോലികൾ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ സ്റ്റുഡൻറ് ലൈഫ് ശരിക്കും എൻജോയ് ചെയ്തു. കൂടെ ഉണ്ടായിരുന്നവരൊക്കെ, ഞങ്ങളുടെ ക്ലാസ്സിൽ ടോട്ടൽ 60 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഓൾമോസ്റ്റ് മോർ ദാൻ ഹാഫ് ഓഫ് ദ സ്റ്റുഡൻസ് നമ്മുടെ കേരളത്തിൽ നിന്നായിരുന്നു. അതുകൊണ്ട് നമുക്ക് അധികം സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നില്ല. ലാംപ്ടൺ കോളേജിന്റെ ക്യാമ്പസ് എന്ന് പറയുവാണെങ്കിലും വലിയൊരു ക്യാമ്പസാണ്. അവിടെ നമുക്ക് റീക്രിയേഷണൽ ഫെസിലിറ്റീസ് ഉണ്ട്, 2 വലിയ ജിം ഓഡിറ്റോറിയം ഉണ്ട്, 2 കാഫറ്റേറിയ ഉണ്ട്. നമ്മൾ നാട്ടില് മൂവീസിലൊക്കെ കാണുന്ന പോലെ ഉള്ളൊരു കോളേജ് ലൈഫാണ് ഇവിടെ. പിന്നെ ലാംപ്ടൺ കോളേജ് മിസ്സിസാഗിലും ഉണ്ട്, പുതിയതായിട്ട് അവർ ഒട്ടാവയിലും തുടങ്ങുന്നുണ്ട്. ബട്ട് അവിടുത്തെ ക്യാമ്പസിനേക്കാളും കമ്പാരിറ്റീവ്ലി ബിഗ്ഗസ്റ്റ് നമ്മുടെ സാർണിയയിലാണ്. അതുകൊണ്ട് ഈച്ച് ആൻഡ് എവറി ഇൻടേക്ക് അറൌണ്ട് 2000 സ്റ്റുഡൻസ് ഇവിടെ വരാറുണ്ട്. ആൻഡ് ഔട്ട് ഓഫ് വിച്ച് മോസ്റ്റ് ഓഫ് ദം നമ്മുടെ ഇന്ത്യയിൽ നിന്നായിരിക്കും. അപ്പൊ നമ്മളിപ്പം പുറത്തിറങ്ങുമ്പം എവിടെ പോയാലും നമുക്ക് മലയാളികളെ കാണാം. അപ്പൊ അവരെയൊക്കെ കാണുമ്പം നമ്മള് എന്താ പറയാ, അവരോട് ചോദിക്കുക എവിടുന്നാ എന്താന്നൊക്കെ എല്ലാവരോടും പരിചയപ്പെടും നമ്മള്. അപ്പൊ ഇവിടെ പക്ഷെ നിങ്ങൾ വരുമ്പം ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കരിയർ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് എടുക്കുക. സാർണിയ ലാംപ്ടൺ തിരഞ്ഞെടുത്തതിൽ ഒരു റോങ് ഡിസിഷനും ഇല്ല, നല്ലൊരു ഡിസിഷൻ ആണ്. ബിക്കോസ് ഇവിടുത്തെ എക്സ്പെൻസസ് നിങ്ങൾക്ക് മാനേജബിൾ ആണ്, സേവ് ചെയ്യാൻ പറ്റും. ഇപ്പൊ എൻ്റെ കസിൻ ആയാലും അവൻ ലാസ്റ്റ് ഇയർ വന്നു, അവന് ഓൾമോസ്റ്റ് 20 lakh ലോൺ എടുത്തിട്ട് അവൻ വന്നത്. അപ്പൊ അവൻ വന്നപ്പോൾ ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. ആ ഒരു റൂൾ ഉണ്ടായിരുന്നു കാനഡയിൽ. അപ്പം അവനിപ്പോൾ ഓൾമോസ്റ്റ് അവൻ്റെ ലോണൊക്കെ അടച്ചെടുത്തതിനും 2 lakhs മാത്രമേ അവന് ബാക്കിയുള്ളൂ. അവൻ്റെ കോഴ്സ് കഴിയാനും 3 മാസം കൂടെ ഉണ്ട്. അപ്പൊ നിങ്ങൾ വന്ന് ശരിക്കും കഷ്ടപ്പെടാനുള്ള മനസ്സും എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലോണും കാര്യങ്ങളും എല്ലാം അടച്ചു തീർത്ത് നല്ലൊരു ജീവിതം ഇവിടെ ജീവിക്കാൻ പറ്റും. എനിക്ക് സാറിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ സാറിനെ തന്നെ നിൽക്കുന്നു. PR-ന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ശരിയായതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നു. ഇവിടുന്ന് വിട്ടുപോയവരോടും ചോദിക്കുമ്പോഴും അവരും പറയുന്നത് അവർക്ക് സാറിനയിലേക്ക് തിരിച്ചു വരണം,
അവിടുത്തെ ലൈഫായിരുന്നു നല്ലത്. കുറച്ചുകൂടെ കാം ആൻഡ് ക്വയറ്റ്, പീസ്ഫുൾ ആണ്. നമുക്ക് നമ്മുടെ പ്രൈവസിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ ഇനിയും സാറിനിലേക്ക് വരുന്നവർ, ആരെങ്കിലും ജാനിൻ്റെക്ക് വരുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഹെൽപ്പും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ബന്ധപ്പെടുക. അപ്പം എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു. വീഡിയോ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഷെയറും ചെയ്യുക. ഈ ഇൻഫോർമേറ്റീവ് സെക്ഷന് വേണ്ടിയിട്ട് എല്ലാവർക്കും താങ്ക് യു.